ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് Designed with the touch of God. Chemanur International Jewelers. Astor Mims, Calicut and Kottakkal. We will treat you. നമസ്കാരം. ജില്ലാ വാർത്തകൾ. തുറമുഖ വികസനത്തിന് ഊന്നൽ നൽകിക്കൊണ്ടുള്ള പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിച്ച് തുറമുഖ വകുപ്പ് മന്ത്രി ജെ മേഴ്സിക്കുട്ടിയമ്മ. കോഴിക്കോട്ടെ ഹാർബറുകൾക്ക് പുതുമുഖം നൽകാൻ മന്ത്രി നേരിട്ടെത്തിയാണ് സന്ദർശനം നടത്തിയത്. ഓരോ തുറമുഖങ്ങളുടെയും വികസനത്തിനു വേണ്ടിയുള്ള പദ്ധതികൾ വിശദീകരിച്ചും തൊഴിലാളികളുടെ ആവശ്യങ്ങൾ പരിഗണിച്ചുമായിരുന്നു സന്ദർശനം. റിപ്പോർട്ട് കാണാം പ്രധാന വാർത്തകൾക്ക് ശേഷം. സർക്കാർ ഉത്തരവ് ലംഘിച്ചുകൊണ്ടുള്ള സമയമാറ്റം, തൊഴിലുറപ്പ് പദ്ധതികൾ ഇല്ലാതാക്കുമെന്ന് തൊഴിലുറപ്പ് തൊഴിലാളി കോൺഗ്രസ്. ജില്ലയിലെ തുറമുഖങ്ങൾ സമയബന്ധിതമായി നവീകരിക്കുമെന്ന് മന്ത്രി മേഴ്സിക്കുട്ടിയമ്മ. പ്രശ്നങ്ങൾ ആരാഞ്ഞ് തുറമുഖങ്ങളിൽ മന്ത്രിയുടെ സന്ദർശനം. തൊഴിലാളികളുടെ തൊഴിലും കൂലിയും സംരക്ഷിക്കാനാവശ്യമായ പ്രക്ഷോഭങ്ങൾക്ക് AITUC നേതൃത്വം നൽകുമെന്ന് സംസ്ഥാന ജനറൽ സെക്രട്ടറി KP രാജേന്ദ്രൻ. വഴിയോര കച്ചവട തൊഴിലാളി ഫെഡറേഷൻ സംസ്ഥാന സമ്മേളനം കോഴിക്കോട്ട്. വാർത്തകൾ വിശദമായി. സർക്കാർ ഉത്തരവ് ലംഘിച്ചുകൊണ്ട് തൊഴിലുറപ്പ് പദ്ധതി. തൊഴിലാളികളുടെ തൊഴിൽ സമയം മാറ്റുന്നത് പദ്ധതിയെ തന്നെ ഇല്ലാതാക്കുമെന്ന് ഗ്രാമീണ തൊഴിലുറപ്പ് തൊഴിലാളി കോൺഗ്രസ് INTUC. രാഷ്ട്രീയ കക്ഷികളുടെ വടംവലി നിമിത്തം തൊഴിലുറപ്പ് പദ്ധതികൾ ഇല്ലാതാവരുതെന്നും ഭാരവാഹികൾ പറഞ്ഞു. ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് നിയമം 2005 8, 19, 23, 30 വകുപ്പുകൾ പ്രകാരം പ്രാബല്യത്തിൽ വന്ന പദ്ധതിയിൽ 1948 മിനിമം കൂലി നിയമപ്രകാരമാണ് കൂലി നിശ്ചയിക്കുന്നത്. ഈ നിയമപ്രകാരം 8 മണിക്കൂർ ജോലി ചെയ്യേണ്ടതാണ്. 2017 കോഴിക്കോട് ജില്ലാ മഹാത്മാഗാന്ധി NRGESJPCയുടെ നിർദ്ദേശം, മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി പുതുക്കിയ മാർഗനിർദ്ദേശങ്ങൾ ഇവയെല്ലാം തൊഴിലാളികളുടെ 9 മണി മുതൽ 5 മണി വരെയുള്ള സമയദൈർഘ്യം ഉറപ്പാക്കുന്നതിനെക്കുറിച്ച് നിരന്തരമായി ഓർമ്മപ്പെടുത്തുന്ന സർക്കാർ ഉത്തരവുകളാണ്. ഈ ഉത്തരവുകൾ ലംഘിച്ചാൽ ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി 27 വകുപ്പ് പ്രകാരം പദ്ധതി നിർത്തിവെക്കാൻ കേന്ദ്ര ഗവൺമെന്റിന് അധികാരമുണ്ട്. ഉത്തരവുകൾ ലംഘിച്ചുകൊണ്ട് പദ്ധതി തന്നെ ഇല്ലാതാവുന്ന പ്രവർത്തനം ആരുടെ ഭാഗത്തു നിന്നും ഉണ്ടാവാൻ പാടില്ല എന്ന് കോഴിക്കോട് ജില്ലാ ഗ്രാമീണ തൊഴിലുറപ്പ് തൊഴിലാളി കോൺഗ്രസ് INTUC ഭാരവാഹികൾ പറഞ്ഞു. പ്രതിപക്ഷ കക്ഷികളുടെ ഒട്ടനവധി വിമർശനങ്ങൾ ഉണ്ടായെങ്കിലും എല്ലാ രാഷ്ട്രീയ കക്ഷികളുടെയും സഹകരണത്തോടെ ഒറ്റ സ്വരത്തോടെ NREG ആക്ട് 2005 സെപ്റ്റംബർ 5 പാസ്സാക്കി നിയമമുണ്ടാക്കിയിട്ടുള്ള തൊഴിലുറപ്പ് തൊഴിലാളികളുടെ വേതനം 600 രൂപയാക്കി വർദ്ധിപ്പിക്കുക, തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് മാസശമ്പളമാക്കി മാറ്റുക, PF ESI ആനുകൂല്യങ്ങൾ നൽകുക, തൊഴിലുറപ്പ് തൊഴിലാളികൾക്കായി പ്രത്യേക ക്ഷേമനിധി ബോർഡ് രൂപീകരിക്കുക, ബോണസ് പെൻഷൻ തുടങ്ങിയ ആവശ്യങ്ങൾ അനുവദിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് കോഴിക്കോട് ജില്ലാ സമ്മേളനം നടത്തും. ഫെബ്രുവരി 11 സമ്മേളനം MK രാഘവൻ MP-യും പ്രതിനിധി സമ്മേളനം DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് T സിദ്ദിഖും ഉദ്ഘാടനം ചെയ്യും. DCC മുൻ പ്രസിഡന്റ് KC അബു മുഖ്യപ്രഭാഷണം നടത്തുമെന്നും അഡ്വക്കേറ്റ് M രാജൻ, TM ചന്ദ്രൻ, ഗിരീഷ് മുടക്കല്ലൂർ തുടങ്ങിയവർ പറഞ്ഞു. തൊഴിലാളികളുടെ തൊഴിലും കൂലിയും സംരക്ഷിക്കാനാവശ്യമായ പ്രക്ഷോഭങ്ങൾക്ക് AITUC നേതൃത്വം നൽകുമെന്ന് സംസ്ഥാന ജനറൽ സെക്രട്ടറി KP രാജേന്ദ്രൻ. കേരള സ്റ്റേറ്റ് വഴിയോര കച്ചവട തൊഴിലാളി ഫെഡറേഷൻ AITUC സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായുള്ള പ്രതിനിധി സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. തൊഴിലാളികൾ നേരിടുന്ന പ്രതിസന്ധികൾ ചർച്ച ചെയ്തുകൊണ്ടാണ് കേരള സ്റ്റേറ്റ് വഴിയോര കച്ചവട തൊഴിലാളി ഫെഡറേഷൻ സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായുള്ള പ്രതിനിധി സമ്മേളനം ആരംഭിച്ചത്. സമ്മേളനം AITUC സംസ്ഥാന ജനറൽ സെക്രട്ടറി KP രാജേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. തൊഴിലാളികളുടെ തൊഴിലും കൂലിയും സംരക്ഷിക്കാനാവശ്യമായ പ്രക്ഷോഭങ്ങൾക്ക് സംഘടന നേതൃത്വം നൽകുമെന്ന് അദ്ദേഹം പറഞ്ഞു. എന്ന രീതിയിൽ അവകാശപ്പെടുന്ന തൊഴിലാളികളാക്കി അവരുടെ പ്രസ്ഥാനത്തിനൊപ്പം റെഡിമേഡ് പ്രസ്ഥാനങ്ങൾ നിർത്തി അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം നേടുക, പുതിയ അവകാശങ്ങൾ നേടിയെടുക്കുക, ആനുകൂല്യങ്ങൾ നേടിയെടുക്കുക. വലിയ വികാരങ്ങളെന്ന് പറഞ്ഞെങ്കിലും
ഏറ്റവും പ്രധാനമായ അടിസ്ഥാനപരമായ ആവശ്യം തൊഴിലാളിയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് മാന്യമായി തൊഴിലെടുക്കാനുള്ള സാഹചര്യം. ടി ജെ ആഞ്ചലോസ് ചടങ്ങിൽ അധ്യക്ഷനായിരുന്നു. പി കെ നാസർ, CPI ജില്ലാ സെക്രട്ടറി TV ബാലൻ, PV മാധവൻ, MKM കുട്ടി തുടങ്ങിയവരും സമ്മേളനത്തിൽ അണിനിരന്നു. ക്ലാസ് 4 ജീവനക്കാരുടെ വകുപ്പ് തല ക്ലാസ് 3 തസ്തികയിലേക്കുള്ള പ്രമോഷൻ ഓരോ 8 വർഷം പൂർത്തിയാക്കിയ ജീവനക്കാർക്കും ലഭിക്കത്തക്ക വിധത്തിൽ ചട്ടഭേദഗതി കൊണ്ടുവരണമെന്ന് കേരള ഗവൺമെന്റ് ക്ലാസ് 4 എംപ്ലോയീസ് യൂണിയൻ. ലേബർ ഡിപ്പാർട്ട്മെന്റിൽ നിന്നും ക്ലാസ് 4 ജീവനക്കാർക്ക് നൽകിയ പ്രമോഷനെ ചോദ്യം ചെയ്തുകൊണ്ടുള്ള ഉത്തരവ് സ്റ്റേ ചെയ്തതിനെ സ്വാഗതം ചെയ്യുന്നതായും ഭാരവാഹികൾ പറഞ്ഞു. ലേബർ വകുപ്പിലെ ലാസ്റ്റ് ഗ്രേഡ് ജീവനക്കാർക്ക് വകുപ്പ് തലത്തിൽ ക്ലാർക്ക് ടൈപ്പിസ്റ്റ് തസ്തികകളിലേക്ക് അനുവദിച്ച 4% പ്രമോഷൻ ഉത്തരവിലൂടെ 5 വർഷത്തോളമായി ക്ലാർക്ക് ടൈപ്പിസ്റ്റ് തസ്തികകളിൽ ജോലി ചെയ്ത ജീവനക്കാരെ റിവേർട്ട് ചെയ്തുകൊണ്ടുള്ള ഉത്തരവ് കഴിഞ്ഞ ദിവസം ലേബർ കമ്മീഷണർ പുറപ്പെടുവിച്ചു. നീതി നിഷേധത്തിനും ചട്ടലംഘനത്തിനുമെതിരെ ശബ്ദിക്കാൻ പോലും ഇടത് സർവീസ് സംഘടനകൾക്ക് കഴിഞ്ഞിട്ടില്ല. തസ്തിക വെട്ടിച്ചുരുക്കലിന്റെ ഭാഗമായി നിരവധി ലാസ്റ്റ് ഗ്രേഡ് തസ്തികകൾ ഇല്ലാതാക്കാനാണ് ഇടത് സർക്കാർ ശ്രമിക്കുന്നത് എന്ന് കേരള ഗവൺമെന്റ് ക്ലാസ് 4 എംപ്ലോയീസ് യൂണിയൻ ഭാരവാഹികൾ പറഞ്ഞു. വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവം ഇന്ന് കേരളത്തിൽ നടന്നിട്ടുണ്ട്. ക്ലാസ് 4 ജീവനക്കാരുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ ക്ലാസ് 4 ലേബർ ഡിപ്പാർട്ട്മെന്റ് വകുപ്പിൽ, തൊഴിൽ വകുപ്പിലെ 19ഓളം ക്ലാസ് 4 ജീവനക്കാർക്ക് 2012 ക്ലാസ് 4 ജീവനക്കാരുടെ വകുപ്പ് തലത്തിലുള്ള ക്ലാസ് 3 തസ്തികയിലേക്കുള്ള പ്രമോഷൻ ഓരോ 8 വർഷം പൂർത്തിയാക്കിയ ജീവനക്കാർക്കും ലഭിക്കത്തക്ക വിധത്തിൽ ചട്ടഭേദഗതി കൊണ്ടുവരിക, ബൈ ട്രാൻസ്ഫർ പ്രമോഷൻ 25% ഉയർത്തുക, പെൻഷൻ പ്രായം 60 വയസ്സായിരുന്നത് പുനഃസ്ഥാപിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് കേരള ഗവൺമെന്റ് ക്ലാസ് 4 എംപ്ലോയീസ് യൂണിയൻ 46ാം സംസ്ഥാന സമ്മേളനം ഫെബ്രുവരി 10, 11 തീയതികളിൽ കോട്ടയത്ത് വെച്ച് നടക്കും. സമ്മേളനം ഭക്ഷ്യ സിവിൽ സപ്ലൈസ് വകുപ്പ് മന്ത്രി P. തിലോത്തമൻ ഉദ്ഘാടനം ചെയ്യും. ജില്ലയിലെ തുറമുഖങ്ങൾ സമയബന്ധിതമായി നവീകരിക്കുമെന്ന് മന്ത്രി മേഴ്സിക്കുട്ടിയമ്മ. കൊയിലാണ്ടി തുറമുഖം ജൂണോടെ കമ്മീഷൻ ചെയ്യും. വെള്ളയിൽ പുലിമുട്ടിന് 490 മീറ്റർ നീളം കൂട്ടും. ബേപ്പൂരിൽ താഴ്ന്ന വാർഫ് ഒരുക്കും. പുതിയാപ്പ തുറമുഖ നവീകരണത്തിന് 400 കോടിയുടെ എസ്റ്റിമേറ്റ് തയ്യാറാക്കിയതായും മന്ത്രി മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. കോഴിക്കോട് ജില്ലയിലെ തുറമുഖങ്ങൾ സമയബന്ധിതമായി നവീകരിക്കുമെന്ന് തുറമുഖ മന്ത്രി J. മേഴ്സിക്കുട്ടിയമ്മ പറഞ്ഞു. ബേപ്പൂർ, വെള്ളയിൽ, പുതിയാപ്പ, കൊയിലാണ്ടി തുറമുഖങ്ങൾ സന്ദർശിച്ച ശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പുലിമുട്ട് നിർമ്മിച്ചിട്ടും വെള്ളയിൽ തുറമുഖത്തേക്ക് തിരയടിച്ചു കയറുകയാണ്. ഇതിന് പരിഹാരമായി പുലിമുട്ടിന്റെ നീളം 490 മീറ്റർ കൂട്ടുന്നതിന് എസ്റ്റിമേറ്റ് തയ്യാറായിട്ടുണ്ട്. ഒരാഴ്ചയ്ക്കകം തന്നെ പ്രവൃത്തി ആരംഭിച്ച് സമയബന്ധിതമായി പൂർത്തിയാക്കാനാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്നും മന്ത്രി പറഞ്ഞു. കൊയിലാണ്ടി തുറമുഖത്തിന് 63.9 കോടി രൂപയാണ് അനുവദിച്ചിരിക്കുന്നത്. ഇതിൽ 40 ലക്ഷത്തിൽ പരം രൂപയുടെ പ്രവൃത്തി പൂർത്തിയായി. ബേപ്പൂർ തുറമുഖവുമായി ബന്ധപ്പെട്ട് നിരവധി ആവശ്യങ്ങൾ തൊഴിലാളികൾ ഉന്നയിച്ചിട്ടുണ്ട്. വാർഫിന്റെ ഉയരം കൂടിയത് ചെറുകിട വള്ളങ്ങൾക്ക് ദുരിതമാകുന്നുണ്ട്. ഇത് പരിഹരിക്കാനായി ഉയരം കുറഞ്ഞ വാർഫ് ഒരു ഭാഗത്ത് നിർമ്മിക്കുമെന്നും മന്ത്രി പറഞ്ഞു. സാമൂതിരി ഹയർ സെക്കൻഡറി സ്കൂളിൽ പ്രതിഭാ സംഗമം സംഘടിപ്പിച്ചു. ചടങ്ങിൽ സംസ്ഥാനതലത്തിൽ നേട്ടം കൈവരിച്ച വിദ്യാർത്ഥികളെ അനുമോദിച്ചു. ഛായാഗ്രാഹകൻ C. വേണുഗോപാൽ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. സാമൂതിരി ഹയർ സെക്കൻഡറി സ്കൂളിൽ പ്രതിഭാ സംഗമം സംഘടിപ്പിച്ചു. ഇതോടനുബന്ധിച്ച് സംസ്ഥാന തലത്തിൽ വിവിധ ഇനങ്ങളിലായി നേട്ടം കൈവരിച്ച വിദ്യാർത്ഥികളെ അനുമോദിക്കുകയും ഉപഹാര സമർപ്പണവും നടത്തി. PTA പ്രസിഡന്റ് V. സജീവ് അധ്യക്ഷത വഹിച്ച ചടങ്ങ് സിനിമാറ്റോഗ്രാഫർ C. വേണുഗോപാൽ ഉദ്ഘാടനം ചെയ്തു. കല നന്നായിട്ട് വേണം, പക്ഷെ പഠിപ്പും പോലും. ഫിലിം ഇൻഡസ്ട്രിയിൽ ഇപ്പം നിങ്ങൾ സ്റ്റേറ്റ് അവാർഡ് കിട്ടിയ നല്ല നടൻ, നല്ല നടി, ഭയങ്കര അഭിമാനമാണ്. ഇപ്പം സിനിമ ഇൻഡസ്ട്രിയിൽ വന്ന കുറേ ഹീറോയിൻസും കുറേ ആൾക്കാരും എൻ്റെ കൂടെ വന്നവരാണ്. ഞാൻ പറഞ്ഞ നവ്യ നായർ, മീര ജാസ്മിൻ, ഭാവന, മമത, ഇതെല്ലാം ഫസ്റ്റ് ചെയ്ത് ഞാനായിരുന്നു. എൻ്റെ സിനിമയിൽ കൂടെ ഒരു കുറേ ആൾക്കാരാണ്. ഇവൻ സലീം കുമാർ, ആ സിനിമ എൻ്റെ ആദ്യത്തെ ക്യാമറ ഞാനായിരുന്നു. ഇഷ്ടമാണ് ദുരട്ടെ സലീം കുമാർ ആദ്യമായിട്ട് വരുന്നത്. പിന്നെ കുറേ ടെക്നീഷ്യൻ ഞാൻ തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. സ്റ്റിൽ ക്യാമറമാൻ, ആർട്ട് ഡയറക്ടേഴ്സ്, ഒരുപാട് ആൾക്കാരെ എനിക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. സംസ്ഥാന തലത്തിൽ 3ാം സ്ഥാനവും A ഗ്രേഡും കരസ്ഥമാക്കിയ നഗ്നനായ തമ്പുരാൻ എന്ന മുകുന്ദന്റെ നോവലിന്റെ നാടകാവിഷ്കാരവും ചടങ്ങിൽ പ്രദർശിപ്പിച്ചു. നാടകത്തിലെ മികച്ച നടൻ ഗോകുൽ KR-നെയും മികച്ച നടി കാവ്യലക്ഷ്മിയെയും ചടങ്ങിൽ അനുമോദിച്ചു. അഭിനന്ദനങ്ങൾ വിശ്വനാഥൻ. നമ്മുടെ നാടകോത്സവം ബെസ്റ്റ് ആക്ട്രസ് അവാർഡ് കരസ്ഥമാക്കിയ കാവ്യ പ്രകാശ്, ഭാവങ്ങളുമായി നടിമായി വാഗ്ദാനം ചെയ്യാൻ സാമൂഹിക അനിൽകുമാർ,
മറ്റു ഇനങ്ങളിലായി 1ഉം 2ഉം സ്ഥാനം നേടിയ വിദ്യാർത്ഥികൾക്കുള്ള സമ്മാനദാനം സ്കൂൾ മാനേജർ മായ ഗോവിന്ദ്, ചന്ദ്രശേഖർ എന്നിവർ നിർവഹിച്ചു. പ്രിൻസിപ്പൽ മുരളി മോഹൻ, PTA പ്രസിഡന്റ് സിന്ധു, സ്റ്റാഫ് സെക്രട്ടറി സിനി, സാമൂതിരി സ്കൂൾ ഹെഡ്മാസ്റ്റർ വി ഗോവിന്ദൻ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. വാർത്തകളിൽ ഒരിടവേള. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സിൽ ബിഗ് എക്സ്ചേഞ്ച്. നിങ്ങളുടെ കൈവശമുള്ള പഴയ സ്വർണ്ണാഭരണങ്ങൾ പുതിയ BIS ഹാൾമാർക്ക് 916 സ്വർണ്ണാഭരണങ്ങളാക്കി മാറ്റിവാങ്ങുവാൻ സുവർണാവസരം. വജ്രാഭരണങ്ങൾക്ക് 50% വരെ കിഴിവ്. BIS ഹാൾമാർക്ക് 916 സ്വർണ്ണാഭരണങ്ങൾ ഇന്ത്യയിലെ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ അതിശയിപ്പിക്കുന്ന ആനുകൂല്യങ്ങളുമായി ടെൻഷൻ ഫ്രീ അഡ്വാൻസ് ബുക്കിംഗ്. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ്. നിനക്ക് പുതിയ നെക്ലസ്. നൈസ്. ഇതതിന്റെ കൂടെ ഫ്രീ ഗിഫ്റ്റ്. കൊള്ളാം. ഹലോ. റിയലി? താങ്ക് യു. എന്താണ്ടായേ? നമുക്ക് ഗോൾഡ് ബാർ കിട്ടി. ലക്കി ഡ്രോയിൽ. അത് എനിക്കല്ലേ? ഫോർ മീ പ്ലീസ് പ്ലീസ്. ആഭരണങ്ങളുടെ ഉത്സവം. 15 കോടി രൂപയുടെ സമ്മാനങ്ങൾ. ഓരോ പർച്ചേസിനും ഒപ്പം നേടും അഷ്വർഡ് ഗിഫ്റ്റ്. പ്രതിവാരം ലക്കി ഡ്രോയിലൂടെ ഗോൾഡ് ബാർ നേടാൻ അവസരം. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. സെലിബ്രേറ്റ് ദി ബ്യൂട്ടി ഓഫ് ലൈഫ്. വാർത്തകൾ തുടരുന്നു. കോഴിക്കോട് മെഡിക്കൽ കോളേജ് മെഡിസിൻ ഡിപ്പാർട്ട്മെന്റിന്റെ വാർഷിക സെമിനാർ ഇന്റേണൽ മെഡിസിൻ അപ്ഡേറ്റ് 2017 ഫെബ്രുവരി 11, 12 തീയതികളിൽ നടക്കും. സെമിനാർ 11-ാം തീയതി പ്രിൻസിപ്പൽ ഡോക്ടർ VP ശശിധരൻ ഉദ്ഘാടനം ചെയ്യും. കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ മെഡിസിൻ ഡിപ്പാർട്ട്മെന്റ് നടത്തുന്ന വാർഷിക മെഡിക്കൽ സെമിനാർ ഇന്റേണൽ മെഡിസിൻ അപ്ഡേറ്റ് 2017 മെഡിക്കൽ കോളേജ് ജയറാം പണിക്കർ മെമ്മോറിയൽ ഹാളിൽ വെച്ച് ഫെബ്രുവരി 11, 12 തീയതികളിൽ നടത്തും. ദേശീയ തലത്തിൽ പ്രശസ്തിയാർജിച്ച ഡോക്ടർമാർ വിവിധ വിഷയങ്ങളിൽ പ്രബന്ധങ്ങൾ അവതരിപ്പിക്കും. ഇതോടനുബന്ധിച്ച് 10-ാം തീയതി ഹൃദയമിടിപ്പിലെ വ്യതിയാനത്തിലുള്ള അസുഖങ്ങളുടെ ചികിത്സയെപ്പറ്റിയും പ്രമേഹരോഗ പാദ സംരക്ഷണത്തെപ്പറ്റിയുമുള്ള വർക്ക്ഷോപ്പുകളും നടത്തും. സെമിനാർ ഫെബ്രുവരി 11-ാം തീയതി പ്രിൻസിപ്പൽ VP ശശിധരൻ ഉദ്ഘാടനം ചെയ്യും. മെഡിസിൻ ഡിപ്പാർട്ട്മെന്റ് പുതുതായി തുടങ്ങുന്ന ഓൺലൈൻ ജേണൽ ക്ലിനിക്കൽ പ്രൊസീഡിംഗ്സിന്റെ ഉദ്ഘാടനവും നിർവഹിക്കും. കഴിഞ്ഞ അക്കാദമിക് വർഷം മികവ് തെളിയിച്ച മെഡിക്കൽ വിദ്യാർത്ഥികൾക്കുള്ള സമ്മാനദാനവും ചടങ്ങിൽ വെച്ച് നിർവഹിക്കുമെന്ന് ഡോക്ടർ NK തുളസീധരൻ, ഡോക്ടർ സൂപ്പി കായനാടത്ത് എന്നിവർ പറഞ്ഞു. കേരള സ്റ്റേറ്റ് പോലീസ് പെൻഷനേഴ്സ് വെൽഫെയർ അസോസിയേഷൻ സിറ്റി ജില്ലാ സമ്മേളനം നടന്നു. SK പൊറ്റക്കാട് ഹാളിൽ നടന്ന പരിപാടി മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ പ്രൊഫസർ VP ശശിധരൻ ഉദ്ഘാടനം ചെയ്തു. കോഴിക്കോട് ജില്ലയിലെ വിവിധ തസ്തികകളിൽ നിന്ന് വിരമിച്ച സേനാംഗങ്ങളുടെ സംഘടനയായ കേരള സ്റ്റേറ്റ് പോലീസ് പെൻഷനേഴ്സ് വെൽഫെയർ അസോസിയേഷൻ സിറ്റി ജില്ലാ സമ്മേളനം SK പൊറ്റക്കാട് ഹാളിൽ നടന്നു. A. വിശ്വനാഥക്കുറുപ്പ് അധ്യക്ഷത വഹിച്ച ചടങ്ങ് മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ പ്രൊഫസർ VP ശശിധരൻ ഉദ്ഘാടനം ചെയ്തു. അന്നൊക്കെ ശരിക്കും നമ്മുടെ പോലീസിനൊക്കെ ചെയ്ത സഹായം എത്രയോ ആളുകൾ വെള്ളത്തിൽ മുങ്ങി നിൽക്കുക, കുടുങ്ങി നിൽക്കുക, ചളിയാണ് പോലത്തൊക്കെ. അങ്ങനെയുള്ള സമയത്ത് ഒരുപാട് സത്യാഗ്രഹമായിട്ടില്ല. അതുമാത്രമല്ല, അങ്ങനെ എല്ലാ കാര്യത്തിലും വളരെ ആത്മാർത്ഥമായിട്ട് ഇടപെടുന്ന ആളുകളാണ്. ഒട്ടനവധി നേട്ടങ്ങൾ നേടിയെടുക്കാൻ സംഘടനയ്ക്ക് കഴിഞ്ഞെങ്കിലും പരിശീലന കാലയളവിലെ ആനുകൂല്യങ്ങൾ ലഭിക്കാത്തതും കിട്ടാനുള്ള അവകാശങ്ങൾ നേടിയെടുക്കാനുമുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ടു പോകുകയാണ് സംഘടനയുടെ ലക്ഷ്യം. മുൻ പോലീസ് സൂപ്രണ്ട് N. സുഭാഷ് ബാബു ചടങ്ങിൽ മുഖ്യ പ്രഭാഷണം നടത്തി. സംസ്ഥാന കമ്മിറ്റി പ്രസിഡന്റ് P. ശങ്കരനാരായണൻ, സംസ്ഥാന കമ്മിറ്റി ജനറൽ സെക്രട്ടറി TM അനീഫ, KPOA കോഴിക്കോട് സിറ്റി പ്രസിഡന്റ് K. വിവേകാനന്ദൻ, കോപ്പറേറ്റീവ് സൊസൈറ്റി സെക്രട്ടറി PC പുരുഷോത്തമൻ തുടങ്ങിയവർ ചടങ്ങിൽ ആശംസയർപ്പിച്ചു. ജില്ലാ സെക്രട്ടറി CP ലോഹിതാക്ഷൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു. ജില്ലാ ട്രഷറർ E. ശ്രീനിവാസൻ, ജില്ലാ ജോയിന്റ് സെക്രട്ടറി K. രവീന്ദ്രൻ, KM വേണുഗോപാലക്കുറുപ്പ് തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. ഹാർബർ എഞ്ചിനീയറിംഗ് വകുപ്പ് കാര്യാലയ സമുച്ചയത്തിന്റെ ഉദ്ഘാടനം തുറമുഖ വകുപ്പ് മന്ത്രി മേഴ്സിക്കുട്ടിയമ്മ നിർവഹിച്ചു. പുതിയാപ്പ പുതിയ നിരത്തിൽ എല്ലാവിധ സൌകര്യങ്ങളോടെയുള്ള ഇരുനില കെട്ടിടമാണ് നിർമ്മിച്ചിരിക്കുന്നത്. മന്ത്രി AK ശശീന്ദ്രൻ അധ്യക്ഷം വഹിച്ചു. ഹാർബർ എഞ്ചിനീയറിംഗ് വകുപ്പ് ഉത്തരമേഖലാ സൂപ്രണ്ടിംഗ് എഞ്ചിനീയറിംഗ് ഓഫീസിന്റെയും കോഴിക്കോട് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറിംഗ് കാര്യാലയത്തിന്റെയും ഉദ്ഘാടനം മന്ത്രി J. മേഴ്സിക്കുട്ടിയമ്മ നിർവഹിച്ചു. പുതിയാപ്പ തുറമുഖത്തിന്റെ വികസനത്തിനായി 9-ന് ഹൈദരാബാദിൽ നാഷണൽ ഫിഷറീസ് ഡെവലപ്മെന്റ് ബോർഡ് അധികൃതരെ നേരിൽ കണ്ട് സംസാരിക്കുമെന്ന് മന്ത്രി ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു.
നല്ല സൗകര്യം നമ്മുടെ ജീവനക്കാർക്ക് ഉറപ്പാകുമ്പോൾ അതിൻ്റെ ഒരു ഫലം തൊഴിലാളികൾക്ക് മെച്ചപ്പെട്ട സൗകര്യം സമയബന്ധിതമായി ഉറപ്പാക്കുന്നതിലും നമുക്ക് വേണ്ടതുണ്ട്. ഇന്ന് ഞങ്ങൾ ചർച്ച ചെയ്തതിൻ്റെ ഭാഗമായി കുറച്ച് കാര്യങ്ങൾ മെയ്യിൽ തീരേണ്ടത്, ജൂണിൽ തീരേണ്ടത്, ഇങ്ങനെയാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. അത് ആ സമയങ്ങളിൽ തന്നെ തീരണം. പുതിയ മെയ്യിലും ജൂണിലും ആവില്ല. അതിനൊരു പ്രോജക്റ്റ് തന്നെ അപ്രൂവ് ചെയ്ത് കിട്ടേണ്ടതുണ്ട്. ഞങ്ങൾ അതിലേക്കാണ് നീങ്ങുന്നത്. പ്രോജക്റ്റ് അപ്രൂവലിനാണ് 9-ാം തീയതി ഞങ്ങൾ പുറപ്പെടുന്നത്. പുതിയ നിരത്തിലാണ് ഇരുനില കെട്ടിടം നിർമ്മിച്ചിരിക്കുന്നത്. കോൺഫറൻസ് ഹാൾ, ജീവനക്കാർക്കുള്ള മുറികൾ, കാത്തിരിപ്പ് സ്ഥലം എന്നിവയും ഈ കെട്ടിടത്തിലുണ്ട്. ഉദ്ഘാടന ചടങ്ങിൽ മന്ത്രി AK ശശീന്ദ്രൻ അധ്യക്ഷം വഹിച്ചു. K മോഹനൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു. മേയർ തോട്ടത്തിൽ രവീന്ദ്രൻ, കൌൺസിലർ K നിഷ, ക്യാപ്റ്റൻ അശ്വിനി പ്രതാപ്, KK സതീഷ് കുമാർ, TM മറിയം ഹസീന, PA ശശിധരൻ, P ലക്ഷ്മണൻ, K ചന്ദ്രൻ, TP വിജയൻ, CP ഹമീദ്, A ജനാർദ്ദനൻ, CP റാസിഖ്, K സുന്ദരൻ, V ഉമേശൻ, PK അനിൽകുമാർ, MA മുഹമ്മദ് അൻസാരി എന്നിവർ സംസാരിച്ചു. ബേപ്പൂർ മത്സ്യബന്ധന തുറമുഖത്ത് തൊഴിലാളികൾക്കാവശ്യമായ പ്രാഥമിക സൌകര്യങ്ങൾ ഉൾപ്പെടെയുള്ളവ ഏർപ്പെടുത്തി ഹാർബറിനെ മെച്ചപ്പെട്ട നിലവാരത്തിലേക്ക് ഉയർത്തുമെന്ന് ഫിഷറീസ് വകുപ്പ് മന്ത്രി J മേഴ്സിക്കുട്ടിയമ്മ. ബേപ്പൂർ ഹാർബർ സന്ദർശനത്തിന് ശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു മന്ത്രി. മത്സ്യത്തൊഴിലാളികളുടെ അടിസ്ഥാന സൌകര്യങ്ങൾ ഉൾപ്പെടെയുള്ളവ ഉടൻ മെച്ചപ്പെടുത്തി ഹാർബറിനെ തൊഴിലാളി സൌഹൃദമാക്കാൻ പദ്ധതിയുള്ളതായി മന്ത്രി പറഞ്ഞു. നിലവിൽ തീരെ സുരക്ഷിതമല്ലാതെ കിടക്കുന്ന ഹാർബറിൽ എത്രയും പെട്ടെന്ന് കനത്ത സുരക്ഷാ സംവിധാനങ്ങൾ കൊണ്ടുവരും. ശോച്യാവസ്ഥയിലുള്ള ഫിഷറീസ് സ്കൂളിൽ കെട്ടിടം നിർമ്മാണം ഉടൻ പൂർത്തീകരിക്കുമെന്നും സ്റ്റാഫ് ക്വാർട്ടേഴ്സ് പൊളിച്ചുമാറ്റി സ്കൂളിൽ പുതിയ സൌകര്യപ്രദമായ ഗ്രൌണ്ടും സ്ഥാപിക്കും. സ്കൂളിലേക്ക് പ്രധാന റോഡിൽ പുതിയ കവാടം സ്ഥാപിച്ച് എല്ലാ തലത്തിലും സ്കൂളിന്റെ നിലവാരം ഉയർത്തും. ഇതിന്റെ ഭാഗമായി പുതിയ അധ്യയന വർഷത്തിൽ ഡേ സ്കോളേഴ്സിനായി 50% സീറ്റ് നൽകുമെന്നും മന്ത്രി പറഞ്ഞു. ഹാർബറിന്റെ നിലവിലുള്ള വിവിധ പ്രതിസന്ധികളും പ്രയാസങ്ങളും സംബന്ധിച്ച് തൊഴിലാളികളും ട്രേഡ് യൂണിയൻ നേതാക്കളും മന്ത്രിക്ക് നിവേദനം നൽകി. VKC മുഹമ്മദ് കോയ MLA, ഫിഷറീസ് ജില്ലാ ഡയറക്ടർ മറിയം ഹസീന, ഫിഷറീസ് ജോയിന്റ് ഡയറക്ടർ സതീഷ് കുമാർ, ഫിഷറീസ് അസിസ്റ്റന്റ് ഡയറക്ടർ അബ്ദുൾ മജീദ്, ജോയിന്റ് ഡയറക്ടർ സുനിൽ കുമാർ, കൌൺസിലർമാരായ ബീരാൻ കോയ, സതീഷ് കുമാർ, M ഗിരീഷ് കുമാർ തുടങ്ങിയവരും മന്ത്രിയോടൊപ്പമുണ്ടായിരുന്നു. ദേശീയ വിരവിമുക്ത ദിനമായ ഫെബ്രുവരി 10 1 മുതൽ 19 വയസ്സുവരെയുള്ള എല്ലാ കുട്ടികൾക്കും ആൽബൻഡസോൾ ഗുളിക നിർബന്ധമായും നൽകണമെന്ന് ജില്ലാ ആരോഗ്യവകുപ്പ് അറിയിച്ചു. പരിപാടിയുടെ ജില്ലാതല ഉദ്ഘാടനം ഫെബ്രുവരി 10 മീഞ്ചന്ത രാമകൃഷ്ണ മിഷൻ ഹയർ സെക്കൻഡറി സ്കൂളിൽ മേയർ തോട്ടത്തിൽ രവീന്ദ്രൻ നിർവഹിക്കും. ഫെബ്രുവരി 10 ദേശീയ വിരവിമുക്തി ദിനത്തിൽ 1 മുതൽ 19 വയസ്സുവരെയുള്ള കുട്ടികൾക്ക് വിരനശീകരണത്തിനായുള്ള ആൽബൻഡസോൾ ഗുളികകൾ നൽകുന്നു. സർക്കാർ എയ്ഡഡ്, അൺഎയ്ഡഡ് സ്കൂളുകളിലെ വിദ്യാർത്ഥികൾക്കും അംഗൻവാടികളിലെയും ഡേ കെയർ സെന്ററുകളിലെയും കുട്ടികൾക്കുമാണ് ഗുളിക നൽകുന്നത്. ഡോക്ടർമാർ, ആരോഗ്യ പ്രവർത്തകർ എന്നിവരുടെ മേൽനോട്ടത്തിൽ അധ്യാപകർ, അംഗൻവാടി വർക്കർമാർ എന്നിവരാണ് ഗുളിക നൽകുക. 1 വയസ്സ് മുതൽ 5 വയസ്സുവരെയുള്ള കുട്ടികൾക്ക് അടുത്തുള്ള അംഗൻവാടിയിലും 5 മുതൽ 19 വയസ്സുവരെയുള്ള കുട്ടികൾക്ക് അതാത് സ്കൂളുകളിലും വെച്ചാണ് ഗുളികകൾ വിതരണം നടത്തുന്നത്. കേരളത്തിലെ 47.4% കുട്ടികളിലും വിരബാധയുള്ളതായി കണ്ടെത്തിയിട്ടുണ്ടെന്നും ഇത്തരം അവസ്ഥകൾ ഉണ്ടാകാതിരിക്കാൻ 6 മാസത്തിലൊരിക്കൽ വിരനശീകരണത്തിനുള്ള ഗുളിക നൽകേണ്ടത് അത്യന്താപേക്ഷിതമാണെന്നും ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ SN രവികുമാർ പറഞ്ഞു. ദേശീയ വിരവിമുക്ത ദിനാചരണത്തിന്റെ ജില്ലാതല ഉദ്ഘാടനം മീഞ്ചന്ത രാമകൃഷ്ണൻ മിഷൻ ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് മേയർ തോട്ടത്തിൽ രവീന്ദ്രൻ നിർവഹിക്കുമെന്നും ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ SN രവികുമാർ, നോഡൽ ഓഫീസർ ഡോക്ടർ സരള നായർ എന്നിവർ പറഞ്ഞു. വാർത്തകളിൽ ഒരിടവേള കൂടി. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സിൽ ബിഗ് എക്സ്ചേഞ്ച്. നിങ്ങളുടെ കൈവശമുള്ള പഴയ സ്വർണ്ണാഭരണങ്ങൾ പുതിയ BIS ഹാൾമാർക്ക് 916 സ്വർണ്ണാഭരണങ്ങളാക്കി മാറ്റിവാങ്ങുവാൻ സുവർണാവസരം. വജ്രാഭരണങ്ങൾക്ക് 50% വരെ കിഴിവ്. BIS ഹാൾമാർക്ക് 916 സ്വർണ്ണാഭരണങ്ങൾ ഇന്ത്യയിലെ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ അതിശയിപ്പിക്കുന്ന ആനുകൂല്യങ്ങളുമായി ടെൻഷൻ ഫ്രീ അഡ്വാൻസ് ബുക്കിംഗ്. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ്. ഡിഫ്തീരിയയും മറ്റു മാരക രോഗങ്ങളും വാക്സിനേഷനിലൂടെ തടയാൻ കഴിയും. എല്ലാ വാക്സിനും സർക്കാർ ആശുപത്രികളിൽ നിന്നും നഗരാരോഗ്യ കേന്ദ്രങ്ങളിൽ നിന്നും സൌജന്യമായി ലഭിക്കുന്നു. വാക്സിനേഷൻ കുട്ടികളുടെ ജന്മാവകാശമാണ്, അത് നിഷേധിക്കരുത്. വാർത്തകൾ തുടരുന്നു. കന്തമാൽ സംഭവങ്ങൾ മൂടിവെക്കുന്നതിൽ ദേശീയ മനുഷ്യാവകാശ കമ്മീഷനും ഭാഗഭാക്കായതായി മാധ്യമപ്രവർത്തകൻ ആന്റോ അക്കര. കന്തമാലിലെ സ്വാമി ലക്ഷ്മണാനന്ദയെ കൊന്നതാരെ എന്ന പുസ്തകത്തിന്റെ മലയാള പരിഭാഷ പ്രകാശന ചടങ്ങിലാണ് അദ്ദേഹം ഇക്കാര്യം പറഞ്ഞത്. കവി K സച്ചിദാനന്ദൻ പ്രകാശനം നിർവഹിച്ചു. ഒഡീഷയിലെ കണ്ടമാലിൽ സ്വാമി ലക്ഷ്മണാനന്ദ വധിക്കപ്പെട്ട സംഭവത്തിൽ RSS രാജ്യത്തെ ഹിന്ദുക്കളെ വിഡ്ഢികളാക്കിയിരിക്കുകയായിരുന്നുവെന്ന് മാധ്യമപ്രവർത്തകൻ ആന്റോ അക്കരയുടെ വെളിപ്പെടുത്തൽ. സംഭവവുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന്റെ കന്തമാലിലെ സ്വാമി ലക്ഷ്മണാനന്ദയെ കൊന്നതാരെ എന്ന പുസ്തകത്തിന്റെ മലയാള പരിഭാഷയുടെ പ്രകാശന ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. 2008 ആഗസ്റ്റ് 23 രാത്രിയാണ് 81-കാരനായ സ്വാമി കൊല്ലപ്പെട്ടത്.
ഈ വധത്തെ തുടർന്ന് 100ഓളം ക്രിസ്ത്യാനികളാണ് ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത്. 300 പള്ളികൾ തകർത്തു. 6000-ൽ പരം വീടുകളും കൊള്ളയടിക്കപ്പെട്ടു. കേസിൽ നിരപരാധികളായ 7 ക്രൈസ്തവ ആദിവാസികളെ ശിക്ഷിച്ചു. ഹിന്ദുത്വ സംഘടനകളാണ് കൊലപാതകം ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കിയതെന്നും പുസ്തകത്തിൽ പറയുന്നുണ്ട്. കണ്ടമാൽ സംഭവങ്ങൾ മൂടിവെക്കുന്നതിൽ ദേശീയ മനുഷ്യാവകാശ കമ്മീഷനും ഭാഗഭാക്കായതായും അദ്ദേഹം കുറ്റപ്പെടുത്തി. ഇങ്ങനെ കെട്ടുകഥകൾ ചുരുക്കി പറഞ്ഞാൽ ഇതിന് മുഴുവൻ നിങ്ങളെ ഈ കേസിന്റെ വർഷിച്ച് ഞാൻ ചുരുക്കി പറഞ്ഞാൽ സംഘപരിവാറിന് ഇപ്പൊ ചെയ്യേണ്ടത് എന്താണെന്ന് പറയും. ഞാൻ വളരെ ബ്ലണ്ടായിട്ട് പറയുന്നത് ആസ് എ ജേർണലിസ്റ്റ്. സത്യമേവ ജയതേ എന്ന് പറഞ്ഞ പ്രമാണവാക്യമുള്ള ഒരു രാജ്യത്തെ ഭരിക്കുന്നവര് ഇത്തരം കലാപരിപാടികൾ ചെയ്യുന്നെങ്കിൽ ഇവർ ചെയ്യേണ്ടത് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലൈൻ തുടങ്ങണം. നമുക്ക് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലൈൻ എങ്ങനെ നുണ പറയാന്ന് സംഘപരിവാർ പഠിപ്പിച്ചു. പുസ്തകം കവി കെ സച്ചിദാനന്ദൻ പ്രകാശനം ചെയ്തു. NP രാജേന്ദ്രൻ, KN കുഞ്ഞാമുത്, പുസ്തകത്തിന്റെ വിവർത്തകൻ N മൂസക്കുട്ടി എന്നിവർ സംസാരിച്ചു. പഠനത്തിനൊപ്പം പച്ചക്കറിയിലും വിജയഗാഥ രചിക്കുകയാണ് ബേപ്പൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികൾ. സ്കൂളിലെ NSS വിദ്യാർത്ഥികളാണ് തങ്ങളുടെ ക്യാമ്പിന്റെ ഭാഗമായി സ്കൂൾ അങ്കണത്തിൽ ചീരത്തൈ നട്ടത്. 100 മേനി വിളഞ്ഞ ചീരകൃഷിയുടെ വിളവെടുപ്പ് വിശേഷങ്ങളിലേക്ക്. ഡിസംബർ മാസത്തിലെ ക്യാമ്പിലാണ് ബേപ്പൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ NSS വിദ്യാർത്ഥികൾ കൃഷിയിൽ പരീക്ഷണം നടത്താൻ മുന്നിട്ടിറങ്ങിയത്. അധ്യാപകരുടെ പിന്തുണ കൂടിയായതോടെ കൃഷി വെറും പരീക്ഷണത്തിൽ ഒതുങ്ങിയില്ല. കൃത്യമായ പരിചരണം നൽകിയും ജലസേചനം ഉറപ്പുവരുത്തിയും വിദ്യാർത്ഥികൾ ചീരകൃഷിയിൽ സജീവമായി. മാസങ്ങൾക്കിപ്പുറം 100 മേനി വിളവെടുത്താണ് വിദ്യാർത്ഥികളുടെ വിജയക്കൊയ്ത്ത്. ആദ്യഘട്ടത്തിൽ നടത്തിയ ചീരവിളവെടുപ്പുത്സവം PTA പ്രസിഡന്റ് TP മനോജ് ഉദ്ഘാടനം ചെയ്തു. പരിപാടിക്ക് സാക്ഷ്യം വഹിക്കാനും അഭിനന്ദനമറിയിക്കാനും SMC ചെയർമാൻ TP രാമചന്ദ്രൻ, MPTA അധ്യക്ഷ സരഷ്മ ഹരീന്ദ്രനാഥ്, സ്കൂൾ NSS കോർഡിനേറ്റർ ഡോക്ടർ P ശശികുമാർ, സീനിയർ അസിസ്റ്റന്റ് ഷിജു മേലെ പുത്തലത്ത്, സ്റ്റാഫ് സെക്രട്ടറി സതീശൻ, PTA വൈസ് പ്രസിഡന്റ് V പ്രദീപ്, P മഞ്ജുഷ, TV ജിതേഷ് തുടങ്ങിയവരും എത്തിയിരുന്നു. കൃഷിയിലെ പരീക്ഷണം വിജയം കണ്ടതോടെ പദ്ധതി വിപുലമാക്കാനുള്ള ശ്രമത്തിലാണ് സ്കൂൾ അധികൃതർ. അധികൃതരുടെ പിന്തുണയോടെ കൃഷി വ്യാപിപ്പിച്ച് കൃഷിയെ തൊട്ടറിയാൻ വിദ്യാർത്ഥികളും ഒരുങ്ങിക്കഴിഞ്ഞു. പാവങ്ങാട് MES സെൻട്രൽ സ്കൂൾ വാർഷികാഘോഷം വിപുലമായ പരിപാടികളോടെ നടന്നു. സ്കൂളിൽ നടന്ന ചടങ്ങ് MES സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ PA ഫസൽ ഗഫൂർ ഉദ്ഘാടനം ചെയ്തു. പത്മശ്രീ അവാർഡ് ജേതാവ് ചേമഞ്ചേരി കുഞ്ഞിരാമൻ നായർ, ചലച്ചിത്ര നടൻ റഹ്മാൻ തുടങ്ങിയവരും ആഘോഷ പരിപാടിയിൽ പങ്കെടുക്കാനെത്തിയിരുന്നു. إياك نعبد وإياك نستعين സാംസ്കാരിക സിനിമാ ലോകത്തെ പ്രമുഖർ അണിനിരന്ന ഉദ്ഘാടന സമ്മേളനത്തോടെയാണ് പാവങ്ങാട് MES സെൻട്രൽ സ്കൂൾ വാർഷികാഘോഷങ്ങൾക്ക് തുടക്കമായത്. സ്കൂളിൽ നടന്ന ചടങ്ങിൽ MES സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ PA ഫസൽ ഗഫൂർ പരിപാടികളുടെ ഔദ്യോഗിക ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു. ജാതി മത ഭേദമന്യാണ് എല്ലാ പരിപാടികളും. അധ്യാപകരുടെ എണ്ണം നോക്കിയാലും വിദ്യാർത്ഥികളുടെ എണ്ണം നോക്കിയാലും ഇവിടുത്തെ കലാ സാംസ്കാരിക കാര്യങ്ങളുള്ള അവരുടെ കാഴ്ചപ്പാടുകൾ നോക്കിയാൽ ഒക്കെ നമ്മൾ കാണുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ത്യയിൽ ഒരു സെക്കുലർ മുഖമുണ്ടെങ്കിൽ, ഇന്ത്യക്ക് ഒരു സെക്കുലർ മുഖം വേണമെന്നുണ്ടെങ്കിൽ MESന്റെ ചെയ്യരുത്. MES സെൻട്രൽ സ്കൂൾ ചെയർമാൻ KV സലീം അധ്യക്ഷനായ ചടങ്ങിൽ പത്മശ്രീ അവാർഡ് ജേതാവ് ചേമഞ്ചേരി കുഞ്ഞിരാമൻ നായർ മുഖ്യാതിഥിയായിരുന്നു. 101 വയസ്സിലും അദ്ദേഹത്തെ നയിക്കുന്നു. ആത്മാർത്ഥതയോടെ അദ്ദേഹം സമീപിക്കുമ്പോൾ ചലച്ചിത്ര നടൻ റഹ്മാന്റെ സാന്നിധ്യവും ചടങ്ങിനെ ശ്രദ്ധേയമാക്കി. പഠിക്കുന്ന കുട്ടികളുടെ അമ്മമാർക്കുള്ള ഒരു ഫംഗ്ഷൻ ആണോ എന്നൊരു സംശയം. ആണോ? കുട്ടികൾ കാണുന്നുണ്ട്, സ്കൂൾ തന്നെയാണല്ലേ. പരിപാടിയോടനുബന്ധിച്ച് പ്രിൻസിപ്പൽ ഡോക്ടർ അജിത ഹേമചന്ദ്രൻ വാർഷിക റിപ്പോർട്ട് അവതരിപ്പിച്ചു. കഴിഞ്ഞ കാലങ്ങളിൽ പഠന പാഠ്യേതര വിഷയങ്ങളിലായി മികച്ച വിജയം കൈവരിച്ച വിദ്യാർത്ഥികൾക്കുള്ള ഉപഹാര സമർപ്പണവും ചടങ്ങിനോടനുബന്ധിച്ച് നടന്നു. സ്കൂൾ വൈസ് ചെയർമാൻമാരായ PV മഹമ്മൂദ് ഹാജി, ഹസൻ തിക്കോടി, ട്രഷറർ TC അഹമ്മദ്, ജോയിന്റ് സെക്രട്ടറി ഡോക്ടർ AM ഷെരീഫ്, മറ്റ് സ്കൂൾ പ്രതിനിധികൾ തുടങ്ങിയവർ വിദ്യാർത്ഥികൾക്കുള്ള സമ്മാനങ്ങൾ വിതരണം ചെയ്തു.
സ്കൂൾ ജോയിന്റ് സെക്രട്ടറി കെ ഹാഷിം, MES സംസ്ഥാന സെക്രട്ടറി ഡോക്ടർ VK ജമാൽ, ജില്ലാ പ്രസിഡന്റ് CT സക്കീർ ഹുസൈൻ, സ്കൂൾ ഹെഡ് മിസ്ട്രസ് ഹെർമിൻ റഷീദ് തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. തുടർന്ന് വിദ്യാർത്ഥികളുടെ വിവിധ കലാപരിപാടികൾ അരങ്ങേറി. ലയൺസ് ക്ലബ് ഇന്റർനാഷണലിന്റെ ശതാബ്ദി ആഘോഷത്തിന്റെ ഭാഗമായി യുവജന വിഭാഗമായ ലിയോ ക്ലബ് കോഴിക്കോടിന്റെ നേതൃത്വത്തിൽ ജലസംരക്ഷണത്തിനായി പട്ടം പറത്തൽ ഉത്സവം സംഘടിപ്പിച്ചു. വൺ ഇന്ത്യ കൈറ്റ് ടീമുമായി സഹകരിച്ച് നടത്തിയ പരിപാടിയിൽ കുട്ടികൾ ജലസംരക്ഷണ വലയവും തീർത്തു. കുഞ്ഞുപട്ടങ്ങളും കൂറ്റൻ പട്ടങ്ങളും പറന്നുയർന്നപ്പോൾ ആകാശത്ത് വൈവിധ്യങ്ങളുടെ മനോഹര കാഴ്ചയുടെ വിരുന്നൊരുങ്ങി. ഡിസ്ട്രിക്ട് 318 ഇലിയോ ക്ലബും വൺ ഇന്ത്യ കൈറ്റ് ടീമും ചേർന്നാണ് ജലസംരക്ഷണ സന്ദേശവുമായി കടപ്പുറത്ത് പട്ടം പറത്തൽ സംഘടിപ്പിച്ചത്. പാരച്യൂട്ട് മാതൃകയിലുള്ള പൈലറ്റ് പട്ടം ആകാശത്തുയർന്നു നിൽക്കവേ പെട്ടെന്ന് കടപ്പുറത്തെ മണലിൽ നിന്നുയർന്ന വലിയ വൃത്തമായി രൂപപ്പെട്ട ഇറ്റാലിയൻ സർക്കിൾ പട്ടം കാഴ്ചക്കാരിൽ കൗതുകമുണർത്തി. വിവിധ വർണ്ണങ്ങളിൽ പ്രത്യേകമായി രൂപകൽപ്പന ചെയ്തതാണ് ഇറ്റാലിയൻ പട്ടം. പറന്നുയർന്നപ്പോൾ വായുവിൽ ബഹുവർണ്ണ വൃത്തമായി നിലകൊണ്ടു. ദേശീയ പതാകയുടെ രൂപത്തിലും വർണ്ണത്തിലുമുള്ള കൂറ്റൻ പട്ടം, കഥകളി തല രൂപകൽപ്പന ചെയ്ത പട്ടം, കരടിക്കുട്ടി തുടങ്ങി ഒട്ടേറെ വലിയ പട്ടങ്ങൾ ഉയർന്നു. കൂടാതെ 100ഓളം ചെറുപട്ടങ്ങൾ മത്സരത്തിന്റെ ഭാഗമായി കുട്ടികൾ ഉയർത്തി. അവ കണ്ണെത്താത്ത ഉയരത്തിലേക്ക് പറന്നു. ലയൺസ് ഡിസ്ട്രിക്ട് വൈസ് ഗവർണർ ഗണേശൻ കണിയാറക്കൽ ഉദ്ഘാടനം ചെയ്തു. ലിയോ ക്ലബ് ഡിസ്ട്രിക്ട് പ്രസിഡന്റ് ഗോപിക സുരേന്ദ്രൻ അധ്യക്ഷം വഹിച്ചു. സെക്രട്ടറി വി ഗൌരി നന്ദന, ഡോക്ടർ OV സനൽ, G സന്തോഷ്, ഡോക്ടർ S രാജീവ്, സുബൈർ കൊളക്കാടൻ, പ്രേംകുമാർ, P സോമസുന്ദരൻ, രത്നകുമാർ മല്ലിശ്ശേരി, MM രമേശ് തുടങ്ങിയവർ പ്രസംഗിച്ചു. ലിയോ ക്ലബ് കോർഡിനേറ്റർ MM രമേശ്, വൺ ഇന്ത്യ കൈറ്റ് ടീം ക്യാപ്റ്റൻ അബ്ദുള്ള മാളിയേക്കൽ, ദേശീയ പരിശീലകൻ ഹാഷിം കടാക്കലകം, കോർഡിനേറ്റർ സാജിദ് തോപ്പിൽ തുടങ്ങിയവർ നേതൃത്വം നൽകി. ശ്രീ കാഞ്ഞിലശ്ശേരി മഹാശിവക്ഷേത്രത്തിലെ ശിവരാത്രി മഹോത്സവം ഫെബ്രുവരി 17 മുതൽ 26 വരെ നടക്കും. ക്ഷേത്രം തന്ത്രി മേൽപ്പള്ളി മനക്കൽ ഉണ്ണികൃഷ്ണൻ അടിതിരിപ്പാടിന്റെ മുഖ്യ കാർമ്മികത്വത്തിലാണ് ചടങ്ങുകൾ നടക്കുക. 26-ന് ആറാട്ടോടെ ഉത്സവം സമാപിക്കും. കാഞ്ഞിലശ്ശേരി മഹാശിവക്ഷേത്രത്തിലെ ഈ വർഷത്തെ ശിവരാത്രി ആഘോഷങ്ങൾക്ക് തന്ത്രി മേൽപ്പള്ളി മനക്കൽ ഉണ്ണികൃഷ്ണൻ അടിതിരിപ്പാടിന്റെ കാർമ്മികത്വത്തിൽ കൊടിയേറുന്നതോടെ തുടക്കമാകും. 8 ദിവസങ്ങളിലായി വ്യത്യസ്തമായ പരിപാടികളോടെയാണ് ഉത്സവം നടക്കുക. ആചാര്യഭരണം, ദ്രവ്യകലശ പൂജ, കലവറ നിറയ്ക്കൽ, ഉത്സവബലി, ശ്രീഭൂതബലി, കാഴ്ചശീവേലി, മലക്കെഴുന്നള്ളിപ്പ് എന്നിവ കൂടാതെ വിശേഷപ്പെട്ട മത്തവിലാസം കൂത്തും ക്ഷേത്രത്തിൽ നടക്കും. അക്ഷരശ്ലോക സദസ്, കഥകളി, ഓട്ടൻതുള്ളൽ, തായമ്പക, കുറുങ്കുഴൽ കച്ചേരി, നാടകം, നൃത്ത പരിപാടികൾ തുടങ്ങിയവയും അരങ്ങേറും. ഫെബ്രുവരി 26-ന് കുളിച്ചാറാട്ടിന് ശേഷം കൊടിയിറക്കത്തോടെ ഉത്സവ പരിപാടികൾക്ക് സമാപനമാകുമെന്ന് ക്ഷേത്രം ഭാരവാഹികൾ പറഞ്ഞു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ്സൈറ്റ് സന്ദർശിക്കുക. വിലാസം www.jillavartagal.com. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. സർക്കാർ ഉത്തരവ് ലംഘിച്ചുകൊണ്ടുള്ള സമയമാറ്റം, തൊഴിലുറപ്പ് പദ്ധതികൾ ഇല്ലാതാക്കുമെന്ന് തൊഴിലുറപ്പ് തൊഴിലാളി കോൺഗ്രസ്. ജില്ലയിലെ തുറമുഖങ്ങൾ സമയബന്ധിതമായി നവീകരിക്കുമെന്ന് മന്ത്രി മേഴ്സിക്കുട്ടിയമ്മ. പ്രശ്നങ്ങൾ ആരാഞ്ഞ് തുറമുഖങ്ങളിൽ മന്ത്രിയുടെ സന്ദർശനം. തൊഴിലാളികളുടെ തൊഴിലും കൂലിയും സംരക്ഷിക്കാനാവശ്യമായ പ്രക്ഷോഭങ്ങൾക്ക് AITUC നേതൃത്വം നൽകുമെന്ന് സംസ്ഥാന ജനറൽ സെക്രട്ടറി KP രാജേന്ദ്രൻ. വഴിയോര കച്ചവട തൊഴിലാളി ഫെഡറേഷൻ സംസ്ഥാന സമ്മേളനം കോഴിക്കോട്ട്. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം. ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് Designed with the touch of God. Chemanur International Jewelers. Astor Mims, Calicut and Kotical. We will treat you